നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യെഹെസ്കേൽ പ്രവചനം 4-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. മനുഷ്യപുത്ര, നീ ഒരു ഇഷ്ടിക എടുത്ത് നിന്റെ മുമ്പിൽ വെച്ച് അതിൽ യെരുശലേം നഗരം വരച്ച് അതിനെ നിരോധിച്ച് അതിൻ്റെ നേരെ കൊത്തളം പണിത് വാടകോരി പാളയം അടിച്ച് ചുറ്റും യന്ത്രമുട്ടുകൾ വയ്ക്കുക. പിന്നെ ഒരു ഇരുമ്പ് ചട്ടിയെടുത്ത് നിനക്കും നഗരത്തിനും മധ്യേ ഇരുമ്പ് മതിലായി വയ്ക്കുക. നിന്റെ മുഖം അതിൻ്റെ നേരെ വെച്ച് അത് നിരോധനത്തിന് ആകേണ്ടതിന് അതിനെ നിരോധിക്കുക. ഇത് ഇസ്രായേൽ ഗൃഹത്തിന് അടയാളമായിരിക്കും. പിന്നെ നീ ഇടതുവശം ചരിഞ്ഞു കിടന്ന് ഇസ്രായേൽ ഗൃഹത്തിന്റെ അകൃത്യം അതിന്മേൽ ചുമത്തുക. നീ ആ വശം കിടക്കുന്ന ദിവസങ്ങളുടെ എണ്ണത്തോളവും അവരുടെ അകൃത്യം വഹിക്കണം. ഞാൻ അവരുടെ അകൃത്യത്തിന്റെ സംവത്സരങ്ങളെ നിനക്ക് ദിവസങ്ങളായി എണ്ണും. അങ്ങനെ 390 ദിവസം നീ ഇസ്രായേൽ ഗൃഹത്തിന്റെ അകൃത്യം വഹിക്കണം. ഇത് തികച്ചിട്ട് നീ വലതുവശം ചെരിഞ്ഞു കിടന്ന് യഹൂദാ ഗൃഹത്തിന്റെ അകത്ത് 40 ദിവസം വഹിക്കണം. ഒരു സംവത്സരത്തിന് ഒരു ദിവസം വീതം ഞാൻ നിനക്ക് നിയമിച്ചിരിക്കുന്നു. നീ യെരുശലേമിന്റെ നിരോധത്തിന് നേരെ നിന്റെ മുഖം നഗ്നമായ ഭുജവും വെച്ച് അതിന് വിരോധമായി പ്രവചിക്കണം. നിന്റെ നിരോധനകാലം തികയുമ്പോഴോ നീ ഒരു വശത്ത് നിന്ന് മറുവശത്തേക്ക് തിരിയാതെ ഇരിക്കേണ്ടതിന് ഞാനിതാ കയറുകൊണ്ട് നിന്നെ കെട്ടുന്നു. നീ ഗോതമ്പും യവവും അമരയും ചെറുപയറും തിനയും ചോളവും എടുത്ത് ഒരു പാത്രത്തിലിട്ട് അവ കൊണ്ട് അപ്പമുണ്ടാക്കുക. നീ വശം ചരിഞ്ഞ് കിടക്കുന്ന ദിവസങ്ങളുടെ എണ്ണത്തിനൊത്തവണ്ണം 390 ദിവസം അത് തിന്നണം. നീ ഭക്ഷിക്കുന്ന ആഹാരം ഒരു ദിവസത്തേക്ക് 20 ശേക്കൽ തൂക്കമായിരിക്കണം. നേരത്തോട് നേരം നീ അതുകൊണ്ട് ഉപജീവിച്ചു കൊള്ളണം. വെള്ളവും അളവ് പ്രകാരം ഹീനിൽ 6 ഓഹരി നീ കുടിക്കണം. നേരത്തോട് നേരം നീ അത് കുടിക്കണം. നീ അത് യവദോശ പോലെ തിന്നണം. അവർ കാണെ നീ മാനുഷമലമായ കാഷ്ടം കത്തിച്ചത് ചുടണം. ഇങ്ങനെ തന്നെ ഇസ്രായേൽ മക്കൾ ഞാൻ അവരെ നീക്കിക്കളയുന്ന ജാതികളുടെ ഇടയിൽ തങ്ങളുടെ ആഹാരം മലിനമായി കഴിക്കും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. അതിന് ഞാൻ, അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് ഒരിക്കലും ഒരു മാലിന്യവും ഭവിച്ചിട്ടില്ല. ഞാൻ ബാല്യം മുതൽ ഇന്നുവരെ താനെ ചത്തതിനെയോ പറിച്ച് കീറിപ്പോയതിനെയോ തിന്നിട്ടില്ല. അറപ്പായുള്ള മാംസം എൻ്റെ വായിൽ വെച്ചിട്ടുമില്ല എന്ന് പറഞ്ഞു. അവൻ എന്നോട്, നോക്കുക, മാനുഷ കാഷ്ടത്തിനു പകരം ഞാൻ നിനക്ക് പശുവിൻ ചാണകം അനുവദിക്കുന്നു. അത് കത്തിച്ച് നിന്റെ അപ്പം ചുട്ടുകൊള്ളുക എന്ന് കൽപ്പിച്ചു. മനുഷ്യപുത്ര, അപ്പവും വെള്ളവും അവർക്ക് മുട്ടിപ്പോകേണ്ടതിനും ഓരോരുത്തനും സ്തംഭിച്ചകത്യ നിമിത്തം ക്ഷയിച്ചു പോകേണ്ടതിനും ഞാൻ യെരുശലേമിൽ അപ്പം എന്ന പോലൊടിച്ചു കളയും. അവർ തൂക്കപ്രകാരവും പേടിയോടെയും അപ്പം തിന്നും. അവർ അളവ് പ്രകാരവും സ്തംഭനത്തോടെയും വെള്ളം കുടിക്കും എന്ന് അവൻ എന്നോട് അരുളിച്ചെയ്തു. ദൈവം യെഹെസ്കേലിനെ ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കാൻ അടയാളമാക്കുന്നതാണ് 4-ാം അധ്യായം. ദൈവദാസന്മാർ പ്രസംഗത്തിലൂടെ മാത്രമല്ല ജീവിതത്തിലൂടെയും ദൈവജനത്തെ പഠിപ്പിക്കണം. യോന ഇസ്രായേലിന് അടയാളമായി എന്ന് യേശു പറഞ്ഞു. എല്ലാ പഴയ നിയമ പ്രവാചകന്മാരും വിവിധ നിലയിൽ അടയാളങ്ങളായിട്ടുണ്ട്. പൗലോസ് കൂടാരപ്പണി ചെയ്ത് ഉപജീവിച്ചത് വിശ്വാസികൾ മാതൃകയാക്കേണ്ടതിനായിരുന്നല്ലോ. അതുപോലെ സഭാമൂപ്പന്മാർ വചനപ്രാപ്തരായാൽ മാത്രം പോരാ, മാതൃകാ കുടുംബജീവിതം ഉള്ളവർ കൂടെ ആയിരിക്കണം. യെഹെസ്കേലിനോട് ദൈവം കൽപ്പിക്കുന്നത് ഇഷ്ടികയെടുത്ത് യെരുശലേം നഗരത്തിൻ്റെ മോഡലുണ്ടാക്കണം. അതിനെ കൊത്തളം പണിത് വാടകോരി ഇരുമ്പ് മതിൽ കെട്ടി നിരോധിക്കണം. ചുറ്റും യന്ത്രത്തോക്കുകളും വയ്ക്കണം. രണ്ടാമത് കൽപ്പിച്ചത് ഇസ്രായേലിനും യഹൂദയ്ക്കും സംഭവിക്കാൻ പോകുന്ന ക്ഷാമവും ഞെരുക്കവും അവർ അറിയേണ്ടതിന് 390 ദിവസം ഇടതുവശം ചെരിഞ്ഞ് മാത്രം കിടക്കുക. അത് ഇസ്രായേലിന്റെ അകൃത്യം വഹിക്കാനാണ്. 40 ദിവസം വലതുവശം ചെരിഞ്ഞു കിടന്ന് യഹൂദയുടെ അകൃത്യം വഹിക്കണം. ഈ ദിവസങ്ങളുടെ എണ്ണത്തിന് ഒത്തവണ്ണം ഉള്ള വർഷങ്ങൾ അവർക്ക് പീഠ
ഉണ്ടാകും. ഗോതമ്പ്, യവം, അമര, ചെറുപയർ, തിന, ചോളം തുടങ്ങിയ ധാന്യങ്ങൾ കൊണ്ട് പരിമിതമായ അളവിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം. പരിമിതമായി വെള്ളവും കുടിക്കണം. യെരുശലേമിൽ വരുത്താൻ പോകുന്ന ഭീകരമായ ദാരിദ്ര്യത്തെ അവരെ ഓർമ്മപ്പെടുത്തുവാനും അവർ അനുദപിക്കാനുമായിരുന്നു അത്. മനുഷ്യ കാഷ്ടം കൊണ്ട് മലിനമായ അപ്പമാണ് കഴിക്കേണ്ടിയിരുന്നതെങ്കിലും അത് പശുവിൻ ചാണകമാക്കി ദൈവം ലഘൂകരിച്ചു. യെഹെസ്കേലിനോട് പറഞ്ഞതെല്ലാം യെഹെസ്കേൽ അനുസരിച്ചു. പക്ഷേ ഇത് ഇത്രയും ദിവസങ്ങൾ കണ്ടിട്ടും ഒരു മാറ്റവും അനുതാപവും ഇസ്രയേലിന് ദൈവജനത്തിനുണ്ടായില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ആളുകൾക്ക് മാറ്റം ഉണ്ടാകുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, ദൈവം കൽപ്പിച്ചനുസരിക്കുക എന്നുള്ളതാണ് ദൈവദാസന്മാർ ചെയ്യേണ്ടത്. നോഹ പെട്ടകം പണിയുകയും ഒപ്പം പ്രസംഗിക്കുകയും ചെയ്തു വളരെ വർഷങ്ങൾ. പക്ഷേ ഒരാൾ പോലും മാനസാന്തരപ്പെട്ടില്ല. പക്ഷെ ബൈബിളിൽ എഴുതിയിട്ടുള്ളത് നീതിപ്രസംഗിയായ നോഹ എന്നാണ്. നമ്മുടെ ഫലമല്ല, നമ്മുടെ അനുസരണമാണ് വലിയത് എന്ന് മനസ്സിലാക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.